ഹായ് ഓൾ, എല്ലാവർക്കും റോംബസ് ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെല്ലാവരും നാളുകളായിട്ട് റെയിൽവേ എക്സാമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുവായിരുന്നു, അല്ലെ? ഒരു നോട്ടിഫിക്കേഷൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. ഇപ്പൊ ഏറ്റവും അടുത്തായിട്ട് നമുക്ക് റെയിൽവേയുടെ ALP നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ALP എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആൻഡ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പൊ ഏറ്റവും അടുത്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ പലരും അപ്ലൈ ചെയ്യാനായിട്ടും ശ്രമിച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പോൾ അതിൽ പലർക്കും എന്താണ്, ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നമുക്ക് സ്വയം അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ, വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള കുറേയേറെ സംശയങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ALP എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, ഇതിന്റെ പ്രായപരിധി എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ ഇനി ബാക്കിയുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. അപ്പോൾ ഫെബ്രുവരി 19 തീയതി വരെയാണ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയപരിധി എന്ന് പറയുന്നത്. ഫെബ്രുവരി 19 തീയതി രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഒരു സമയപരിധി വരെ നിങ്ങൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അവസാനമൊക്കെ ആകുമ്പോഴേക്കും സൈറ്റ് ഒക്കെ ബ്ലോക്ക് ആവാനും അല്ലെങ്കിൽ ഹാങ് ആവാനൊക്കെ സാധ്യതകളുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 21 RRBകളിലേക്ക് അല്ലെങ്കിൽ 21 സോണുകളിലേക്കായിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമേ തന്നെ ഏത് സോണിലേക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തിരഞ്ഞെടുക്കുക. അതിനുശേഷം എന്താണ്, ആ ഒരു സോണിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് തിരുവനന്തപുരം സോൺ. കാരണം നമ്മൾ കൂടുതലും ആളുകളും ഈ ഒരു കേരളം അല്ലെങ്കിൽ ഈ ഒരു സദേൺ സോൺ പ്രിഫർ ചെയ്യുന്നവരായിരിക്കും. സോ നമ്മൾ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സൈറ്റിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ RRBയുടെ തിരുവനന്തപുരം സോണിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ സന്ദർശിക്കുന്നു. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ALP, അതായത് സെൻ നോട്ടിഫിക്കേഷൻ 1/2024 ALP എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് നേരെ തന്നെ എന്താണ്, ക്ലിക്ക് ഫോർ ഡീറ്റെയിൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യമേ എന്ത് ചെയ്യുക, ആദ്യമേ ആ ഒരു ഡീറ്റെയിൽസ് അവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോകുന്നത് ഇങ്ങനെ ഒരു ടാബിലേക്ക് ആയിരിക്കും. ഇവിടെ എന്താണ്, നമുക്ക് ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ജനുവരി 20 മുതൽ എന്താണ് ഈ ഒരു ലിങ്ക് ആക്റ്റീവ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തൊട്ട് താഴെ തന്നെ എന്താണ് ആ ഒരു പോസ്റ്റിലേക്കുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഏജ് ലിമിറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യമേ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ, ആ ഒരു PDF നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അത് ക്ലിയർ ആയിട്ട് അത് മുഴുവനായിട്ടൊന്ന് വായിക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ആ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ അപ്ലൈ ചെയ്യാം. സോ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, ക്ലിക്ക് ഫോർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് ഇങ്ങനെ ഒരു പേജിലേക്കാണ്. ഇവിടെ നമുക്ക് അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ അപ്ലൈ എടുക്കുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി റെയിൽവേയിൽ ഇതിന് മുൻപ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഇല്ല, നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ്, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അപ്ലൈ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ നിങ്ങൾ എങ്ങനെയാണോ, ഏത് കാറ്റഗറിയിലുള്ള ആളാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും പറയാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ. സോ നമ്മൾ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന സ്റ്റെപ്പ് മുതൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അപ്ലൈ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ അത് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേയേറെ ഇൻസ്ട്രക്ഷൻസ് അവർ പറയുന്നുണ്ടാവും കേട്ടോ. ആ ഒരു ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ അവർ ആദ്യമേ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യമേ ആ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക എന്നൊക്കെ അവർ പ്രത്യേകം പറയുന്നുണ്ട്. അത് കൂടാതെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവും. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവും. അത് പറയുന്നത് 500 രൂപയാണ് അതിന്റെ ആപ്ലിക്കേഷൻ ഫീ. എന്നാൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് ലെവൽ, നമുക്കറിയാം നമ്മുടെ ALP എക്സാം CBT 1 CBT 2 ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ CBT 1 എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് ലെവൽ എക്സാം നിങ്ങൾ എഴുതുകയാണെങ്കിൽ, നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഈ പറയുന്ന നിങ്ങൾ ഇപ്പോൾ അടയ്ക്കുന്ന 500 രൂപയിൽ നിന്ന് 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആകും. അതായത് നമുക്ക് ബാക്കി ബാങ്ക് ചാർജസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാർജസ് ഒക്കെ ഡിഡക്ട് ചെയ്തതിന് ശേഷം ബാക്കി 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ വീണ്ടും റീഫണ്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇനി അത് നമ്മൾ സാധാ നമ്മുടെ മെൻ പോലുള്ള അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള ആണുങ്ങൾക്കൊക്കെയാണ് അത് ബാധകമായിട്ട് വരുന്നത്. ഇനി ബാക്കിയുള്ള കുറച്ച് ആളുകൾ, അതായത് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് SC ST വരുന്ന ആളുകൾ, എക്സ് സർവീസ്മാൻ, അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ട്രാൻസ്ജെൻഡേഴ്സ്, മൈനോറിറ്റീസ് അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ്, ഇവർക്കൊക്കെ ആണെങ്കിൽ ഇവരുടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 500 രൂപയല്ല, മറിച്ച് 250 രൂപയാണ്. ഇവരും എന്താണ്, CBT 1 ഇവർ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ബാങ്കിന്റെ കുറച്ച് ചാർജസ് ഒക്കെ ഡിഡക്ട് ചെയ്തതിന് ശേഷം
ഒരു പർട്ടിക്കുലർ എമൗണ്ട് എന്തായിരിക്കും ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇവർ വീണ്ടും റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, അതായത് SC ST, എക്സ് സർവീസ്മെൻ, ഫീമെയിൽ, അതുപോലെ ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇങ്ങനെയുള്ള വിഭാഗത്തിൽ പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. മറ്റുള്ളവർക്കാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 500 രൂപയാണ്. പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണം കേട്ടോ. അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് എന്ത് റീഫണ്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പറയുന്ന മറ്റൊരു കാര്യം, നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിൽ എന്താണ്, നമ്മുടെ ഫോട്ടോ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫോട്ടോയുടെ സൈസ് അവർ പറയുന്നത് നമുക്ക് 30 മുതൽ 70 KB വരെ ആയിരിക്കും എന്ത് ഫോട്ടോയുടെ സൈസ് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ എടുത്താലും എന്താണ് 30നും 70നും KB ഇടയിലായിരിക്കണം ആ ഒരു സിഗ്നേച്ചറിന്റെ സൈസും ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ നമുക്ക് ഏതൊരു എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം, ബ്ലർ ഒന്നും ആയിരിക്കരുത്. അതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവുക, പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പൊ ആ ഒരു സൈസ് മാത്രം നിങ്ങളുടെ ഒന്ന് ഓർത്ത് വെക്കുക. 30 KBക്കും 70 KBക്കും ഇടയിലായിരിക്കണം നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറും. ഈ രണ്ട് കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ട് വേണം എന്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം വായിച്ച് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ ഒരു പ്ലേസ് ഉണ്ട്. ഐ ഹാവ് ഡൗൺലോഡഡ് ദ ഡീറ്റെയിൽഡ് സെൻ നമ്പർ, റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഓൾ ദി ഇൻസ്ട്രക്ഷൻസ് ദേറിൻ. അപ്പൊ നമ്മൾ ഇതെല്ലാം മുഴുവനും വായിച്ചു എല്ലാം മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. അതിനുശേഷം എന്താണ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ആവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൽ ഒന്നാമത്തെ ചോദ്യം, നമ്മൾ ഇതിന് മുൻപ് RRB എക്സാം എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ ഡിബാർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് എക്സാം എഴുതിയിട്ടില്ലാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾ ഡിബാർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് നോ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ലേസിക് സർജറി അണ്ടർഗോൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഡിസബിലിറ്റി കാറ്റഗറിയിൽ പെടുന്ന ആളാണ്, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ എന്താണ് നിർബന്ധമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കോളംസ് ആണ്. കാരണം അവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ എന്താണ് അതെല്ലാം നിർബന്ധമായിട്ടും നിങ്ങൾ ഫില്ല് ചെയ്ത് പോകേണ്ടതാണ്. എസ് എങ്കിൽ എസ്, നോ എങ്കിൽ നോ. നിങ്ങൾക്കത് നിങ്ങളുടെ കാറ്റഗറി എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ നാഷണാലിറ്റിയാണ്, നിങ്ങൾ ഏത് രാജ്യത്ത് ബിലോങ് ചെയ്യുന്ന ആളാണ്, അത് കൊടുക്കാം. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആണ്. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫുൾ നെയിം ആണ്. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ മുഴുവൻ പേരും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് ആ മുഴുവൻ പേരും ഒരിക്കൽ കൂടി എൻ്റർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അത് റീടൈപ്പ്, ഒന്നും നിങ്ങൾ റീടൈപ്പ് ചെയ്യണം, കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരിക്കൽ കൂടി എന്താണ് റീടൈപ്പ് ചെയ്യണം. പിന്നെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാം. അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ വീണ്ടും എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ആ ഒരു ഏത് ജെൻഡർ, നിങ്ങൾ ഏത് ഇതിലാണ് പെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതും കൊടുക്കാം. അതും എന്താണ് വീണ്ടും ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗൺ കാണാം, അവിടെ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നീട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ അച്ഛന്റെ പേരാണ്. അതും എന്താണ് നമ്മൾ ഒന്നുകൂടെ റീടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം അമ്മയുടെ പേര് ചോദിക്കുന്നുണ്ട്, അതും എന്താണ് നിങ്ങൾ ഒന്നുകൂടെ റീടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മളുടെ ആധാർ വെരിഫിക്കേഷൻ പ്രോസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആധാർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെരിഫൈ യൂസിങ് ആധാർ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു OTP വരും. അതായത് നിങ്ങളുടെ മെയിൽ IDയിലേക്കും ഒരു OTP വരും, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും രണ്ട് സ്ഥലത്തേക്കും എന്താണ് ഒരു OTP വരും. സോ എന്താ വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ IDയും വാലിഡ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പറും എന്താണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ജനറേറ്റ് ആവുന്ന OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം അല്ലെ. നമ്മളെപ്പോഴും എന്താണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു യൂസർ IDയും ഒരു പാസ്വേഡും ഉണ്ടായിരിക്കും. സോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അതിന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിവിടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു നമ്പറും. ഇത്രയും കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ പാസ്വേഡിൽ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമാണ് അത് വർക്ക് ആവുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കോമ്പിനേഷനുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. വീണ്ടും ആ പാസ്വേഡ് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ക്യാപ്ച ഇവിടെ പറയുന്നുണ്ട്. ആ ക്യാപ്ച കോഡും എന്താണ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്താണ് പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഒരു പ്രിവ്യൂ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, ഒരിക്കൽ കൂടി എഡിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് എന്താണ് ഇവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്.
ഇനി ഇല്ല നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണ്, ഇനി എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് മുന്നോട്ട് പോകാം അല്ലെ. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിക്ലറേഷൻ കൊടുക്കാനുണ്ട്. ആ ഒരു ഡിക്ലറേഷൻ കൊടുക്കുക. ഐ ഹാവ് റീചെക്ഡ് ദി എബൌട്ട് ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. നമ്മൾ ഒരിക്കൽ കൂടി എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം കറക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കണം. അതിനുശേഷം എന്താണ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ ഫർദർ ഇനിയാണെങ്കിലും നമ്മൾ റെയിൽവേയുടെ ബാക്കിയുള്ള എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ, വളരെ ക്ലിയർ ആയിട്ട് തന്നെ, കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അവരൊന്നുകൂടെ കൺഫർമേഷന് വേണ്ടി അവർ ചോദിക്കും, പ്രൊസീഡ് ചെയ്യാമോ എന്ന് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഇങ്ങനെ ഒരു പേജിലേക്കാണ് അവർ ഡയറക്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഓൾറെഡി എന്താ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലേ, നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പാസ്വേഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ, ഇതിലേതെങ്കിലും എന്താ നമ്മുടെ യൂസർ ID ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ അത് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒന്നുകിൽ നമ്മൾ ആദ്യമേ എൻ്റർ ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം, അതല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യാം. അതിനുശേഷം എന്താ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ഉണ്ടല്ലോ, ആ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും എന്താ ഒരു ക്യാപ്ച കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. അതും കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഇൻറ്റു മാറി ഇവിടെ ഒരു ടിക്ക് ആവും, ഒരു ടിക്ക് ഒരു ശരി ചിഹ്നമാകും. അതിനുശേഷം എന്താ നിങ്ങൾക്ക് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അവർ പറയുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. നമുക്ക് ഇഷ്ടമുള്ള RRB ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പോണ എക്സാമിന്റെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ അതും നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹിന്ദി, ഇംഗ്ലീഷ് ഇത് കൂടാതെ എന്താണ് 13 റീജിയണൽ ലാംഗ്വേജസിലൂടെ എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. അതായത് നമ്മുടെ മലയാളത്തിൽ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട്, മലയാളത്തിലും എന്താണ് നമ്മുടെ ഈ ഒരു റെയിൽവേ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും എന്നൊക്കെ ഇവരിവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം എന്താണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒരു ഓപ്ഷൻ കാണാം. ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നത് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ ഏത് RRBയിലാണോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അത് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗൺ ആരോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട RRB ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം എന്താണ് നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ ഓൾറെഡി അവർ പറയുന്നുണ്ട് ജനുവരി 20-ാം തീയതിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫെബ്രുവരി 19-ാം തീയതി ഇത് അവസാനിക്കും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ പോസ്റ്റ് നെയിം കാണാൻ സാധിക്കും. അതായത് ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ, തിരുവനന്തപുരമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ പോസ്റ്റ് എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് സദേൺ റീജിയൻ ഇത് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ പ്രയാഗ്രാജോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു RRB ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ 2ഉം 3ഉം സോൺസിന്റെ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ എന്താണ് നിങ്ങൾക്ക് അതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിലോട്ടും താഴോട്ടും, അതായത് നിങ്ങൾക്ക് പ്രിഫറൻസ് വെക്കാം. ഓക്കെ, ആ പ്രിഫറൻസ് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താണ് ഒരു ഡിക്ലറേഷൻ കൊടുക്കുക. ഓക്കെ, ഐ അഗ്രി ടു സെർവ് ഇൻ ദ റെയിൽവേ സോൺ ദാറ്റ് ഐ ആം അപ്പോയിന്റഡ് ടു എന്ന് പറഞ്ഞിട്ടൊരു ഡിക്ലറേഷൻ ഇവിടെ പറയുന്നുണ്ട്. അതും നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം എന്താണ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ കുറേയേറെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു പേജിലേക്കായിരിക്കും. അവിടെ തുടക്കത്തിൽ ആദ്യത്തെ കുറേ ഭാഗത്ത് എന്താ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ നമുക്ക് എന്താണ് അതിന് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഈ ഫസ്റ്റ് ഉള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാഷണാലിറ്റി നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തതാണ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരും ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, നമ്മുടെ മൊബൈൽ നമ്പർ, ഇതൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ റിലീജിയൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് എക്സാം ഏത് ലാംഗ്വേജിൽ എഴുതാനാണ് ആഗ്രഹം അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഫോർ എക്സാമിനേഷൻ. അപ്പൊ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ മലയാളം ആണെങ്കിൽ മലയാളം ചൂസ് ചെയ്യാം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ ഒരു ലാംഗ്വേജ് നിങ്ങൾ അവിടെ ചൂസ് ചെയ്യുക. അപ്പൊ അതിനുള്ള ഡ്രോപ്പ് ഡൗൺ ആരോ ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ പോകുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസിലേക്കാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം എന്താണ് നിങ്ങൾ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും, ചിലപ്പോൾ റിസർവേഷൻ കാറ്റഗറിയിൽ ഇല്ലാത്ത ആളുകളായിരിക്കും അല്ലെ. ഇപ്പൊ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾ EWS കാറ്റഗറിയിലുള്ള ആളുകളാണെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ ഇത് ഏത് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ അത് എന്നാണ് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയുടെ അവിടെ എന്ത് കൊടുക്കാം? നിങ്ങൾ റിസർവേഷൻ കാറ്റഗറി അല്ല എന്നുള്ള ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ അഡ്രസ്സിലേക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ കറക്റ്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ ആ ഒരു അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും അതുപോലെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കൂടാതെ പെർമനന്റ് അഡ്രസ്സും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥിര താമസമായിട്ടുള്ള ആ ഒരു അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ സെയിം ഡീറ്റെയിൽസ് തന്നെ കൊടുക്കുക. അല്ല രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് പെർമനന്റ് അഡ്രസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഒരിക്കൽ കൂടി എൻ്റർ ചെയ്യാൻ നിൽക്കേണ്ട. അതാ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ടിക്ക് ഇഫ് പെർമനന്റ് അഡ്രസ് ഇസ് സെയിം ആസ് പ്രസന്റ് അഡ്രസ്. ഈ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടിക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കോളംസ് ഒക്കെ തനിയെ ഫിൽ ആയിക്കോളും കേട്ടോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക? ദാ ഇവിടെ സേവ് എന്നൊരു ബട്ടൺ ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ടും ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിരിക്കണം കേട്ടോ. സേവ് ചെയ്തിരിക്കണം. സേവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ രണ്ട് ബട്ടനും നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഡീറ്റെയിൽസ് അവിടെ സേവ് ആവുള്ളൂ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്തൊരു പേജിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എക്സ് സർവീസ്മെൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആളാണോ? ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, എസ് ഓർ നോ കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടോ? കാരണം നമ്മൾ ഫസ്റ്റ് പേജിൽ ആ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ അവിടെ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരിക കേട്ടോ. അതിനുശേഷം എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിൽ അതിന്റെയും ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഇന്ത്യൻ റെയിൽവേയുടെ എംപ്ലോയി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാം. അതിനുശേഷം നമ്മളോട് ഈ നമ്മുടെ ഈ ഒരു ALPക്ക് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് അപ്രന്റീസ് കോഴ്സ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൂടി അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു നമ്മൾ ഓൾറെഡി എന്താണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ഇനി നമ്മൾ ആ ഒരു CBT 1 എന്ന് പറയുന്ന ആ ഒരു എക്സാം നമ്മൾ എഴുതുകയാണെങ്കിൽ എന്താ ഈ എമൗണ്ട് ആ ഒരു ബാങ്ക് ചാർജസ് ഒക്കെ ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള ബാക്കി എമൗണ്ട് എന്താണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ? അപ്പൊ ആ കാര്യത്തിൽ എന്താണ് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്. അതിൽ പ്രധാനമായിട്ട് എന്താ നമ്മുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡുമാണ് അവർക്ക് ആവശ്യം. അപ്പൊ എന്താ ഇവരിവിടെ ചോദിച്ചിരിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഹോൾഡർ അതായത് നമ്മുടെ പേര് കൊടുക്കുക. അല്ല ഇപ്പൊ നിങ്ങളുടെ പേരന്റിന്റെ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ അക്കൗണ്ട് ഹോൾഡറിന്റെ പേര് കൊടുക്കുക, അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അപ്പൊ ഇതൊക്കെ അക്കൗണ്ട് നമ്പർ ഒക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അതുപോലെ എന്താണ് ആ അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്യണം, ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കണം. IFSC കോഡും കൊടുക്കുക, കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അടുത്ത് എന്ത് ചെയ്യുക? വീണ്ടും ഇവിടെ ഒരു സേവ് ബട്ടൺ ഉണ്ട്. അത് നിങ്ങൾ സേവ് ചെയ്യുക, എങ്കിൽ മാത്രമാണ് ഡീറ്റെയിൽസ് സേവ് ആവുള്ളൂ. ഓക്കെ, അങ്ങനെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ അടുത്തത് എന്താണ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ പോകുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എൻ്റർ ചെയ്യാനുള്ള ആ ഒരു പേജിലേക്കാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്വാളിഫിക്കേഷന്റെ അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് എന്താണ് അവർ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്നുകിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ IT ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ അപ്രന്റീസ് ആ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആ ഒരു എഡ്യൂക്കേഷൻ റിക്വയർമെന്റ് അവർ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരിക്കൽ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി വായിക്കുക. നിങ്ങൾ എന്തായാലും ഇത് ക്വാളിഫൈ ചെയ്യുന്നവരായിരിക്കുമല്ലോ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ആദ്യമേ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ ആണ്. അതായത് നിങ്ങളുടെ 10ാം ക്ലാസ്സിന്റെ ക്വാളിഫിക്കേഷൻ ആണ് ഏറ്റവും ആദ്യം ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം, മെട്രിക്കുലേഷൻ എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ എഴുതിയത്, ഏത് ഡിസ്ട്രിക്റ്റ് ആണ്, ഏത് ബോർഡാണ്, ഏത് വർഷമാണ് നിങ്ങൾ പാസ് ഔട്ട് ആയത്, നിങ്ങളുടെ ആ ഒരു റോൾ നമ്പർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് ഇവിടെ ആഡ് എന്ന് പറയുന്ന മറ്റൊരു ബട്ടൺ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും അഡീഷണൽ ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്താൽ മാത്രമാണ് എന്താ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ഈ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്യാനുള്ള ഇതുപോലത്തെ സെയിം കോളം അവിടെ വരും. അപ്പൊ വീണ്ടും എന്ത് ചെയ്യുക? ഈ ഡ്രോപ്പ് ഡൗണിൽ ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുക? നിങ്ങളുടെ അടുത്ത ക്വാളിഫിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് IT ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, 3 ഇയർ ഡിപ്ലോമ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പൊ അതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് ഇതുപോലെ അവർ ആ സ്റ്റേറ്റ് ചോദിക്കും, ഡിസ്ട്രിക്ട് ചോദിക്കും. ഇപ്പൊ നമ്മുടെ IT ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത അതോറിറ്റി ഏതാണ്, ഇങ്ങനെയുള്ള ഒരു 2-3 ടേബിൾസ് എന്തായിരിക്കും അല്ലെങ്കിൽ കോളംസ് ഇവിടെ ഉണ്ടാവും. അപ്പൊ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും അടുത്തതുണ്ടെങ്കിൽ
വീണ്ടും എന്ത് ചെയ്യുക, അതും ഫില്ല് ചെയ്യുക, വീണ്ടും ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, ആ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ഇമേജ്, നമ്മുടെ ഫോട്ടോ, അതുപോലെ നമ്മുടെ സിഗ്നേച്ചർ, ഇത് രണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള പേജിലേക്കാണ്. അപ്പോൾ ഓൾറെഡി എന്താ, നമ്മൾ തുടങ്ങാൻ നേരത്ത് തന്നെ നമ്മുടെ 30 KB അതുപോലെ 70 KB ഇതിന് ഇടയിലുള്ള സൈസ് വരുന്ന നമ്മുടെ ഫോട്ടോയും നമ്മുടെ സിഗ്നേച്ചറും ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. സോ എന്താ, നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വളരെ സിമ്പിൾ ആണ്. അതാ ഇവിടെ ബ്രൗസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോൾഡറിൽ പോയിട്ട് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഇവിടെ നമ്മുടെ ഇമേജ്, നമ്മുടെ ഫോട്ടോ അവിടെ സെലക്ട് ആവും. അതുപോലെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, നിങ്ങളുടെ സിഗ്നേച്ചറും നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്യുക. അങ്ങനെ ഫോട്ടോയും സിഗ്നേച്ചറും കറക്റ്റ് ആയിട്ട് തന്നെ, ഒരിക്കലും ബ്ലേർഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കരുത്, നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കണം, ഈ പറയുന്ന സൈസിനുള്ളിൽ നിൽക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഫോട്ടോയും സിഗ്നേച്ചറും ഇത് രണ്ടും എന്താണ്, നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും അപ്ലോഡ് ആൻഡ് സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്ലോഡ് ആൻഡ് സേവ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും എന്താണ്, നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത്രയും ചെയ്താൽ നമ്മൾ പിന്നെ പോകുന്നത് ഇങ്ങനെ കാണുന്ന ഒരു പേജിലേക്കാണ്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പാർട്ട് ബി. നമുക്കറിയാം ALP എക്സാമിന് CBT 1 ഉം CBT 2 ഉണ്ട് അല്ലെ. ആ CBT 2 തന്നെ എന്താണ്, നമുക്ക് ട്രേഡ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് വരുന്നുണ്ട്. അത് പാർട്ട് ബിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് ബി നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ ഏത് ട്രേഡ് ആണോ, അതായത് ഇപ്പൊ നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ആയിരിക്കാം. അപ്പോൾ ഏത് ട്രേഡ് ആണോ നിങ്ങൾ പാർട്ട് 2 എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു ട്രേഡിന്റെ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എന്താണ്, നമുക്ക് നമ്മുടെ RRB, അതായത് നമ്മൾ ഓൾറെഡി ഒരു സോൺ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ്, ആ ഒരു സോൺ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവരുടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ, നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ചേഞ്ച് RRB സോൺ എന്ന ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും എന്താ, നമ്മൾ ഏറ്റവും ആദ്യം കണ്ട പേജിലേക്ക് പോകും. അതായത് നമ്മൾ ഏറ്റവും ആദ്യമേ തിരുവനന്തപുരം ഒക്കെ സെലക്ട് ചെയ്ത ഒരു പേജ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടേക്ക് പോകും. അവിടെ പോയിട്ട് എന്താണ്, നിങ്ങൾക്ക് ആ തിരുവനന്തപുരം മാറ്റിയിട്ട് ചെന്നൈയോ അല്ലെങ്കിൽ പ്രയാഗ്രാജോ അല്ലെങ്കിൽ അജ്മീറോ അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും RRB സെലക്ട് ചെയ്യണമെങ്കിൽ എന്താണ്, സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് എന്താ ഈ ഒരു സോൺ ചേഞ്ച് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ബാക്കി കാര്യങ്ങളിലേക്ക് പോകുക. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ആ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും ആദ്യം കണ്ടപ്പോൾ എന്താ, അവിടെ 3-4 പോസ്റ്റുകൾ നമുക്ക് കണ്ടല്ലേ. ഇപ്പോൾ തിരുവനന്തപുരം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി എന്താ, സദേൺ റീജിയനിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ പ്രയാഗ്രാജോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു RRB ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണ്, ഇവിടെ 2-3 പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ തുടക്കത്തിൽ കണ്ട സ്ലൈഡിൽ നമ്മളൊക്കെ സെലക്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്, അതാ ഈ 2 ആരോസ് നിങ്ങൾക്ക് കാണാം. ഈ ആരോസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഓർഡർ, അതായത് നിങ്ങളുടെ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് SR എന്നുള്ളത് നിങ്ങളുടെ ലീസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താഴേക്ക് വെക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന പോസ്റ്റ് എന്ത് ചെയ്യാം, മുകളിലേക്ക് വെക്കാം. അങ്ങനെ ആ ഒരു ഓർഡർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ ഒരു ടിക്ക്, ഇവിടെ നമുക്കൊരു ടിക്ക് മാർക്ക് ചോദിക്കുന്നുണ്ട്. ആ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾ കൊടുക്കുക. അതായത് നമ്മൾ ഈ പോസ്റ്റിന്റെ പ്രിഫറൻസ് നമ്മൾ ചെക്ക് ചെയ്തു, ഇതാണ് നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള പ്രിഫറൻസ് ഓർഡർ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് ടിക്ക് ചെയ്തത്. അതിനുശേഷം നമ്മളോട് ഒരു ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിക്ലറേഷൻ കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക, അവിടെ ടിക്ക് കൊടുക്കുക. അതുപോലെ നിങ്ങൾ എവിടെ നിന്നാണോ ഫില്ല് ചെയ്യുന്നത് ആ ഒരു പ്ലേസ് കൊടുക്കുക. ഡേറ്റ് ഓൾറെഡി എന്താണ്, നമ്മൾ ഇന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ ഡേറ്റ് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചറോടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക കേട്ടോ. അതാ ഇവിടെ പ്രിവ്യൂ ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ആ പ്രിവ്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇത്രയും നേരം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ഇതുപോലെ ഇവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും. ഞാനത് മുഴുവനായിട്ട് ആ പേജ് എടുക്കുന്നില്ല. ഇങ്ങനെ നമുക്ക് പ്രിവ്യൂ കാണാൻ സാധിക്കും. നമ്മൾ കൊടുത്ത എല്ലാ നമ്മൾ കൊടുത്ത സോണിന്റെ പ്രിഫറൻസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു പ്രിവ്യൂ പോലെ ആ ഒരു ഫുൾ പേജ്, നമ്മൾ ആദ്യത്തെ പേജ് മുതൽ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഒരു ഫുൾ പേജിൽ കാണാനായിട്ട് സാധിക്കും. അതിന്റെ താഴെയും എന്താണ്, നമുക്ക് ഡിക്ലറേഷൻ കൊടുത്തിരിക്കുന്നതൊക്കെ കാണാം. വീണ്ടും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മൾ എന്താണ്, ഒരിക്കൽ കൂടി ഒരു ഡിക്ലറേഷൻ കൊടുക്കാനുണ്ട്. അതാണ് ഐ ഹാവ് റീചെക്ഡ് ദ എബൌട്ട് ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും റീചെക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം കറക്റ്റ് ആണ്. കാരണം ഇതിൽ മിസ്റ്റേക്ക് ഒന്നും വരുത്താൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, അത് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു ഡിക്ലറേഷൻ കൂടി കൊടുക്കുക. അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ എന്താ, ഇവിടെ ഓൾറെഡി എഡിറ്റ് ബട്ടൺ ഉണ്ട്. നിങ്ങൾക്ക് പോയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഫീ പേയ്മെന്റിന്റെ ആ ഒരു പേജിലേക്കായിരിക്കും. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീ അടയ്ക്കുക എന്നുള്ള പേയ്മെന്റ്, ആ ഒരു പ്രോസസ് ആണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ പോവുക. ഇവിടെ വരുമ്പോൾ പേ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ പേ നൗ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഏത് എമൗണ്ട് ആണോ നിങ്ങൾ കൊടുക്കേണ്ടത്, കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം നിങ്ങൾ ഏത് എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ പേ നൗ ക്ലിക്ക് ചെയ്യുക.
പേ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ ബാങ്കിന്റെ ആ ഒരു ഡീറ്റെയിൽസിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ്, നമ്മുടെ കാർഡിന്റെ നമ്പർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് പേയ്മെന്റ് മോഡാണ് വേണ്ടത്, നെറ്റ് ബാങ്കിങ് ആണോ അല്ലെങ്കിൽ കാർഡ് ത്രൂ ആണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ UPI ആണോ, അത് ഏത് മോഡാണോ അത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അതിനുശേഷം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പേ നൗ കൊടുക്കാം, അങ്ങനെ എമൗണ്ട് പേ ചെയ്യാം. അതുകൂടി കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് എന്ത്, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ആ ഒരു സബ്മിഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം. നമുക്കൊരു കഫേയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫോട്ടോയും അതുപോലെ നമ്മുടെ സിഗ്നേച്ചർ ഒക്കെ പറഞ്ഞിരിക്കുന്ന സൈസിനകത്ത് ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ലാപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാബ് ഉപയോഗിച്ചിട്ടോ ഒക്കെ എന്താണ്, നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകളൊക്കെ വീണ്ടും റീസ്റ്റാർട്ടുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ SSC എക്സാംസിനൊക്കെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ലൈവ് ക്ലാസ്സുകളും പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് അതൊക്കെ യൂസ് ചെയ്യുക. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഇത്തവണ ഈ ഒരു വർഷം 2024 നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. Download the Rhombus Learning app